ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ ഒരു കോലമൊക്കെ കണ്ടിട്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. റൂമൊന്നും നോക്കേണ്ടത് അലമ്പാണ്. ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡിലല്ല ഇപ്പം ഉള്ളത്. അപ്പോൾ റൂം ഫുൾ അലങ്കോലമാണ്. ഓൾറെഡി ഇപ്പം സമയം ഒരു 10 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഓൾറെഡി ഞാൻ എഴുന്നേറ്റു, അമ്മയും അനിയനെയൊക്കെ പറഞ്ഞ് വിട്ടു ഒക്കെ കഴിഞ്ഞതാണ്. പക്ഷേ ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. വീഡിയോ എടുക്കുന്നത് കൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് അവർ രണ്ടുപേരും പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം എന്നുള്ള ഒരു സംഭവത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രഷൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ മുടി വരെ ഞാൻ എഴുന്നേറ്റത് ഇതിപ്പോൾ അഴിച്ച് ഒന്നിതാക്കിയതേ ഉള്ളൂ. ഒന്നിതാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. ഇവനാണ് എൻ്റെ കൂട്ടുകാരൻ. നിങ്ങൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതെനിക്ക് ഈത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനിയും ദോശ ഉണ്ടാക്കണോ പല്ല് തേക്കണോ, അതാണ് അടുത്ത ടാസ്ക്. രാവിലെ അമ്മ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ട്, ദോശയുടെ മാവുണ്ട്. നമുക്കിനിയും ദോശ ഉണ്ടാക്കാം. പിന്നെ ക്ലിയർ ആയിട്ട് എല്ലാ വീഡിയോസൊന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എന്താ പറയുക, ക്ലാരിറ്റി കുറവ് കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. എൻ്റെ വീട്ടിൽ നല്ല പണി ആയതുകൊണ്ടുണ്ടല്ലോ, ഇവിടെ ലൈറ്റ് വെക്കുന്നതിന് പകരം അവിടെയാണ് ലൈറ്റ് കൊണ്ടുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും. നമുക്ക് പഠിച്ച് പോകും. കാരണം എനിക്കങ്ങനെ ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെ ഒന്നും അറിയത്തില്ല. നമുക്ക് പതിയാണ് ഞാൻ ഓരോ കാര്യങ്ങളും പഠിച്ച് വരണം. നമുക്ക് നോക്കാം. ദോശ ഈ 3 ദോശ ഉണ്ട്. 3 ദോശ തുട്ട്. അപ്പം അതെ, എൻ്റെ 3 ദോശ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി പോയിട്ട് ബ്രഷ് ചെയ്തിട്ട് വരാം. മീൻ കിട്ടി ചെയ്തു. ഫേസൊക്കെ വാഷ് ചെയ്തു. നമുക്ക് പപ്പം തിന്നാൻ പോവാം.
ഫുഡ് കഴിക്കണം. എനിക്കിന്ന് കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്. എല്ലാം ഒരു ഫോണിലാണ് കേട്ടോ, എല്ലാം ഒരു ഫോണിലായതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഫോണേ ഉള്ളൂ. എൻ്റെ മറ്റേ ഫോൺ ഓൾറെഡി പൊട്ടി തരിപ്പണമായിരിക്കും, എനിക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ചിട്ട് എഡിറ്റിംഗ് ഉണ്ട്, എഡിറ്റിംഗ് ഒക്കെ ചെയ്യണം. അത് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല, കാരണം രണ്ടും ഒരു ഫോണായതുണ്ട്. ഇനി അടുത്തൊരു ഫോൺ ഞാൻ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് മേടിക്കണം, അല്ലെങ്കിൽ എനിക്ക് രണ്ടും കൂടി ഇതിനകത്ത് എന്തായാലും പറ്റണില്ല. കാരണം ഐഫോണിനകത്ത് അത്ര സ്റ്റോറേജ് ഒന്നും കിട്ടുന്നില്ല. എനിക്കറിയാൻ പാടില്ല, എൻ്റെ ഉള്ള വാട്സപ്പിലെ മെസ്സേജുകൾ, ഇൻസ്റ്റാഗ്രാംസ് എല്ലാം കൂടി ഒന്ന് മാനേജ് ചെയ്യുന്നത് പറ്റണില്ല. അപ്പം എൻ്റെ വാട്സപ്പൊക്കെ മാറ്റണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത്. പെട്ടെന്നാണ് ഫോൺ എൻ്റെ കെട്ടിയാൻ തല്ലി പൊട്ടിച്ചത്, വൃത്തികെട്ടാണ്. ദോശ, ചിക്കൻ കറി. അപ്പോൾ ഇനി ഇതൊന്ന് കഴിച്ചിട്ട് ബാക്കി കലാപരിപാടി. എനിക്കൊന്ന് കുളിക്കണം, കുറച്ച് തുണി കഴുകാനുണ്ട്, അതൊക്കെ വഴിയെ കാണിച്ചു തരാം കേട്ടോ. കഴിച്ചു, ഇനി കുറച്ച് വെള്ളം കുടിക്കാം. നെക്സ്റ്റ് പ്ലാനിങ് എന്ന് പറയുമ്പം എനിക്ക് കുറച്ച് മുടി കഴിച്ചത് ഒരു ഭാഗത്തൊക്കെ കിളിച്ച് വരുന്നതോട് നല്ല രീതിയിൽ ഗ്യാപ്പായിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഹെയർ കെയർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നല്ലപോലെ ടെൻഷൻ, സ്ട്രെസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇന്നൊരു ഹെയർ നല്ലപോലെ പൊഴിയുന്നുണ്ടായതുകൊണ്ട് നമുക്കിന്നൊരു പാക്ക് പോലെ ഇടാം. പാക്കായിട്ടല്ല, ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ, വാട്ടർ കൺസിസ്റ്റൻസിയിലുള്ളൊരു ഇതിടാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കുടിച്ചിട്ട് പാക്ക് ഉണ്ടാക്കാം. ഇന്നത്തെ പാക്കിനുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പം ഞാൻ പാക്ക് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കണില്ല, അത് ലോങ് ആയി പോകും, ഭയങ്കര ലോങ് ആയി പോകും. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ കുറയാനുള്ള ഒരു ബെസ്റ്റ് റെമഡിയാണ്, വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനത് പോലെ ആപ്ലിക്കേറ്റർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ യൂസ് ചെയ്യാൻ പോണത്. നല്ലപോലെ ഷേക്ക് ചെയ്യണം കേട്ടോ. ഈ ഒരു ആപ്ലിക്കേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഞാനത് ചെയ്യാൻ പോകണം. ആദ്യം എൻ്റെ ഹെയറൊക്കെ ഒന്ന് ചെടയൊക്കെ കടഞ്ഞൊന്ന് സെറ്റാക്കാം. മുടിയിലെ ചെടയൊക്കെ ഒന്ന് എടുത്തോളാം കേട്ടോ. ഇത് അമ്മയുടെ അച്ഛൻ്റെ റൂമാണ്, അതാണ് ഈ പച്ച പെയിൻറ്റ്. ഇതിൽ ചീക്കി എടുക്കുമ്പോൾ, ഉണക്കം എടുക്കുമ്പോഴേ ആദ്യം ഫസ്റ്റിൽ ഇങ്ങനെ ചീക്കി എടുക്കാൻ നോക്കണം കേട്ടോ. താഴേന്ന് മുകളിലോട്ടേ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഹെയർ ഫോൾ കുറയ്ക്കാൻ പറ്റിയൊരു ടിപ്പാണ് കേട്ടോ ഇത്. ഇങ്ങനെ ചീപ്പി 2 പാർട്ടീഷനായിട്ട് എടുത്തിട്ട് താഴെക്കൂടെ മുകളിലോട്ട് ചീപ്പാം. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെ ആദ്യം ചെറിയ ചെറിയ പാർട്ട് ചീപ്പി 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 മുകളിലേക്ക് പോവുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഹെയർ ഫോൾ നല്ല രീതിയിൽ. ഞാൻ തലയിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ റൂമാണ് കേട്ടോ, എൻ്റെ റൂമാണിതെല്ലാം. ഈ ഒരു ഏരിയ ഞാൻ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് വലിച്ചു വാരിയിട്ടേക്കാണ്. ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം നമുക്ക് കാര്യം. ചിക്കനാ, അയ്യോ വട്ടം കുറഞ്ഞല്ലേ. ഇതൊക്കെ ഞങ്ങളാണ്, കണ്ടു. ഞാൻ മരത്തിനൊന്നും കുറ്റം പറയുന്നത്, ഞാൻ എൻ്റെ കലാപരമായി വരച്ച് വെച്ചിരിക്കുന്നതാണ് കണ്ട. ഇവിടെ എല്ലാം ഉണ്ട്, ഫ്രെയിംസ് ഇവിടെയുണ്ട്. എനിക്ക് എല്ലാ ആംഗിളിൽ നിന്നും കാണണം, എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് കേട്ടോ എൻ്റെ അനിയൻ. ദിസ് ഈസ് മൈ ബ്രദർ. ഇപ്പുറത്ത് നിൽക്കുന്ന എൻ്റെ ചക്കുടു വാവ, എൻ്റെ ബേബി. ഇവിടെ ഒരു മിററുണ്ട്. ഇവിടെയാണ് കേട്ടോ ബാത്റൂം. ഞാനൊരു റൂം ടൂർ ചെയ്യാം, അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു മിററുണ്ട്, ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ ഗായ്സ്. ഊഞ്ഞാലി മൊത്തം ഉണങ്ങിയ തുണി വാരിയിട്ടേക്കാണ്, ഇതിന് മടക്കി വയ്ക്കണം. ഇതാണ് എൻ്റെ കോട്ട കണ്ടോ. ഞങ്ങൾക്ക് ഉള്ള എൻ്റെ എല്ലാ മെമ്മറബിൾ ഫോട്ടോസും ഇവിടെ ഉണ്ട്. നമ്മുടെ ഫോട്ടോസ് എല്ലാം ഉണ്ട്, പക്ഷെ ഭയങ്കര ബ്ലറായിട്ടിരിക്കും കേട്ടോ. ഈ റൂമിൻ്റെ ലൈറ്റ് ഒട്ടും സ്യൂട്ടല്ല, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. എന്നാലും ഞാൻ കാണിച്ചു തരാം കണ്ടോ. ഫുൾ ഫോട്ടോസാണ്.
ഇനി ഇതൊന്ന് എൻ്റെ ഓൾമോസ്റ്റ് പാക്കൊക്കെ ഇട്ടിട്ട് ഒരു ഓൾമോസ്റ്റ് അരമണിക്കൂർ ആവുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് തുണി കഴുകാനുണ്ട്. അപ്പം ഞാൻ പുറത്ത് പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. ഈ ഇലയൊക്കെ ആ ബാത്റൂമിനകത്തെ ബാത്റൂമിലൊക്കെ കുളിക്കുന്നുണ്ടെങ്കിൽ ആ ടൈൽസിലൊക്കെ പറ്റി പിടിച്ച് കറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പുറത്ത് പോയി കുളിച്ചിട്ട് വന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അതെ, ഞാൻ കുളിച്ചു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനിയും ഞാൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടില്ല. ഞാൻ ജസ്റ്റ് കർട്ടനൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഒരു വട്ടത്തിൽ അതുകൊണ്ട് ഇരുന്ന് എടുക്കണത്. പിന്നെ ഇത് കയ്യിൽ പിടിക്കുന്ന ട്രൈപോഡ് ആയതുകൊണ്ട് ബെഡിൽ ഫിക്സായിട്ട് ഇരിക്കുന്നില്ല. അതുകൊണ്ട് ഇത്രയും എൻ്റെ ഫേസ് കിട്ടണം എന്നെങ്കിൽ ഇങ്ങനെ ഇരിക്കണം. ഇനിയും കുറച്ച് തുണിയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് വിരിക്കണം. ബാക്കി എഡിറ്റിംഗ് അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ പോകാൻ പോവാണ്. അതുകൊണ്ട് അതൊന്നും വീഡിയോസിൽ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തുണി വിരിച്ചിട്ട് അപ്പോൾ നമ്മൾ തുണിയൊക്കെ വിരിച്ചിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ബെഡിൽ കറക്റ്റായിട്ട് എനിക്ക് എൻ്റെ ട്രൈപോഡ് വയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ എഡിറ്റിങ്ങിൻ്റെ ഒക്കെ പോവാണ്. അപ്പോൾ ഇതെൻ്റെ യൂട്യൂബിൻ്റെ ബുക്കാണ് കേട്ടോ. ഞാൻ ഇതിനകത്താണ് എൻ്റെ കലാപരിപാടികളെല്ലാം എഴുതുന്നത്. കുറച്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും വിചാരിക്കുമ്പോൾ യൂട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്, കുറേ വീഡിയോ എടുത്തിട്ട് അങ്ങ് ഇട്ടാൽ മതിയല്ലോ. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അത്യാവശ്യം നല്ല പ്രഷർ പിടിച്ച പരിപാടിയാണ്. ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം യൂട്യൂബിന് കുറേ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രിപ്പയറൊക്കെ ചെയ്യാൻ പോവാണ്. ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ നടക്കണതേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യണം. പിന്നെ ഇനി കുറച്ച് പേര് ചോദിക്കുമായിരിക്കും ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന്. ഇത് എൻ്റെ വീടാണ്, ഇത് എൻ്റെ റൂമാണ് കേട്ടോ. എനിക്ക് ഇവിടെ ഇരിക്കാനാണ് പേഴ്സണലി കുറേ ഇഷ്ടം. അപ്പോൾ കല്യാണം കഴിഞ്ഞാലല്ലേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എന്താ പോവാത്തത്, ആ വീട് കാണിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. ഞാൻ അവിടെ പോകുമ്പോൾ എന്നും ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ തിരക്ക് അല്ലെങ്കിൽ വീഡിയോ എടുക്കാനുള്ളൊരു ടൈം കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് ഞാൻ വീഡിയോ എടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. കല്യാണം കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 2 മന്ത്സോളം ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാനും ഹസ്ബൻഡും എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. അത് എന്തുകൊണ്ടാണ് കാരണം പ്രത്യേകിച്ച് അങ്ങനെ കുറേ പേര് വളച്ചൊടിച്ചൊക്കെ എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഹസ്ബൻഡിൻ്റെ ഫാമിലിയായിട്ട് മിണ്ടാറില്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് പോരുന്നതാണോ? അങ്ങനെയൊന്നും അല്ല കേട്ടോ, അതൊന്നും അല്ല. ഹസ്ബൻഡിൻ്റെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് അംഗങ്ങളുള്ള ഫാമിലിയാണ്. അതേപോലെ റിലേറ്റീവ്സ് എല്ലാം അടുത്തടുത്താണ്. എനിക്കതത്ര മാനേജബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഞാനങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്ന ആളോ അങ്ങനെ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. സോ എനിക്കതങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാതെ ഞാൻ പറഞ്ഞു ഇപ്പോൾ എനിക്കവിടെ ശ്വാസം വിടുന്ന മാതിരി ഒരു ഫീലാണ്. അതേപോലെ എനിക്ക് എൻ്റെ റൂം വിട്ട് എനിക്കും കൂടി ഇരിക്കാൻ പറ്റണില്ല, എനിക്കൊരു കംഫോർട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഹസ്ബൻഡിൻ്റെ കംഫോർട്ട്, ജോലിക്ക് പോകാനുള്ള ഇതെല്ലാം കൂടി നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലോട്ട് ഷിഫ്റ്റ് ആയത്. ഞങ്ങൾ ഇവിടെ നിൽക്കും, ഞങ്ങൾ അവിടെ പോവും, ഇവിടെ നിൽക്കും, അങ്ങനെയാണ് മാറി മാറി തിരിഞ്ഞൊക്കെയാണ് നിൽക്കാറ്. പിന്നെ ഹസ്ബൻഡ് കറൻ്റ്ലി ആരോമേ വർക്ക് ചെയ്യുന്ന സമയത്താണ് കണ്ടിന്യൂസ്ലി ഞങ്ങൾ ഇവിടെ നിൽക്കാൻ നോക്കിയത്. കാരണം വണ്ടിയുടെ ഇഷ്യൂ കാരണം അമ്മയ്ക്ക് രാവിലെ ജോലിക്ക് പോകണം, ജിത്തുവിനും ജോലിക്ക് പോകണം, 2 പേർക്ക് വണ്ടി വേണം. അപ്പം വണ്ടി ഓടിക്കാൻ ആളില്ലാത്തതുകൊണ്ടും അമ്മയ്ക്ക് കറക്റ്റ് സമയത്ത് പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു. അവർ 2 കൂടെ ഒരുമിച്ചാണ് ജോലിക്ക് പോകണത്. അങ്ങനെയൊക്കെയാണ് കറൻ്റ്ലി. പക്ഷേ എനിക്ക് ഇവിടെ തന്നെ നിൽക്കാനാണ് ഇഷ്ടം. എൻ്റെ വീട്ടിൽ നിൽക്കുന്നതല്ല എനിക്കത്രത്, എൻ്റെ റൂമിൽ. പക്ഷേ വീട്ടിലാണോ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണോ ഓക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കേട്ടോ. കാരണം അവിടെ എനിക്ക് രാവിലെ എഴുന്നേൽക്കണമെന്ന്, രാവിലെ എഴുന്നേറ്റ് പണിയെടുക്കും അങ്ങനെയൊന്നുമില്ല. 10 മണിക്കോ 12 മണിക്കോ എത്ര മണിക്കോ എഴുന്നേറ്റ് എന്താണെന്ന് അത് ചെയ്ത്. പക്ഷേ ഇവിടെ ആണെങ്കിൽ അമ്മ സമ്മതിക്കത്തില്ല, ഉറങ്ങാനൊന്നും അത്ര സമ്മതിക്കത്തില്ല. നമുക്ക് വയ്യ എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങാൻ സമ്മതിക്കും. അല്ലാണ്ട് ഉറങ്ങുന്നത് എന്നുവെച്ചാൽ ഇവിടെ പണിയൊന്നും ഇല്ല എനിക്ക്. അതാണ് ഞാൻ കണ്ടിട്ട് ഇത്ര നേരമായിട്ട് എനിക്ക് വല്ല പണി ഉണ്ടായിരുന്നു. എനിക്ക് ഒരു പണിയില്ല. രാവിലെ എല്ലാം ഉണ്ടാക്കിയിട്ടു അവിടെ ഇവിടെ അറ്റത്ത് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെയാണ് അവിടെ എനിക്ക് അത്ര വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയും പണിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഉറങ്ങുന്നതിൽ കുറച്ചുകൂടി ബെറ്റർ അവിടെയാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതെൻ്റെ വീടാണ്, എൻ്റെ റൂമാണ്, അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് എഡിറ്റിങ്ങിലോട്ടൊക്കെ പോവുകയാണ്. ബാക്കിയുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ഫോണിൽ ഒരു ഫോണേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പഴയ ഫോൺ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് എൻ്റെ ഫോൺ. നോട്ട് ഞാൻ കൊണ്ടു നടന്നിരുന്ന എൻ്റെ ഫോൺ കേട്ടോ. ഞങ്ങൾ 2 പേർ ഫോട്ടോയൊക്കെ ഉണ്ട്. ഞാൻ ശരിയാക്കാൻ കൊടുത്ത് അവർ കാണിച്ചു വെച്ച കോലം കണ്ടോ. ഇത് മൊത്തം പോയി നിഖിലിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണതാണ്. ഞാൻ യൂസ് ചെയ്യാൻ കൊടുത്തിരുന്നതാണ്.
താഴെ വീണ് പൊട്ടിയത്. ഞാൻ എൻ്റെ ആദ്യത്തെ ഫോണാണ്, ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. ഇനി ഒരെണ്ണം മേടിക്കണം. അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യം. അപ്പോൾ നമ്മളുടെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോയുടെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു കുറിയൊക്കെ ഇട്ടു, ചെറിയൊരു പൊട്ടൊക്കെ തൊട്ടിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം സമയം 2 മണിയാവാറായി കേട്ടോ. നമുക്ക് ഇന്നുള്ളത് നല്ല ചിക്കൻ കറിയും നല്ല മോര് കൂട്ടാനാണ് കേട്ടോ. എനിക്കിത് മതി, അച്ചാറുണ്ട്, എനിക്ക് വേണ്ട. അപ്പം ഇതും കൂട്ടി നമുക്ക് ടി വി ഇടാം. ടി വിയിൽ ഏത് മൂവിയാണ് ഉള്ളതൊന്നും അറിയില്ല. നമ്മൾ ടി വി ഇട്ടു കേട്ടോ. ഭയങ്കര പരസ്യമാണ്, കോപ്പിറൈറ്റ് വരുമോയെന്ന് അറിയില്ല. കോപ്പിറൈറ്റ് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗം ഞാൻ മ്യൂട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കുറച്ച് നേരം കിടന്ന് ഒന്ന് ഉറങ്ങാം. വെട്ടമൊന്നും കറക്റ്റ് കിട്ടണില്ല. കുറച്ച് നേരം ഉറങ്ങിയിട്ട് ബാക്കിയുള്ള വീഡിയോസ് എഡിറ്റിംഗ് ഒക്കെ കാണും. കാരണം കറണ്ടില്ല, മഴക്കോളുണ്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് തുണി അങ്ങ് പറക്കേക്കാം. ഇപ്പോൾ 3:30 ആയിട്ടുണ്ട് കേട്ടോ. പാല് വന്ന്. അപ്പോൾ പാല് നമുക്ക് ചായ ഇടാം. ഞാൻ ചായ കുടിക്കത്തില്ല, അച്ഛന് ചായ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചായ ഇടാം. എൻ്റെ 4 മണിയായിട്ടോ. 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് അനിയൻ വരും. അപ്പോഴത്തേനും നമുക്ക് പെരക്കൊക്കെ മുക്കിയൊന്ന് തൂക്കാമെന്ന് വിചാരിക്കും. വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. പൊട്ടൊക്കെ ഇട്ടിരുന്ന ഫുള്ള് കരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം കറണ്ട് പോയി. ഒന്നാമത്തെ കാര്യം കറണ്ട് പോയി. ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ ഒരു ഡേ എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ കറണ്ടില്ല, മഴയാണ്, ചാർജില്ല. ഇതുകൊണ്ടൊക്കെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഒരു ഡേ എൻ്റെ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.